പരസ്പരം കെട്ടിപ്പിടിച്ചു. ഒരു കുഞ്ഞു കാറ്റിന് കടക്കാനാവാത്ത വിധത്തിൽ അവരുടെ മനസ്സിലെ പ്രണയം ആദ്യമായി ശരീരത്തിനെ കൂടി പങ്കിട്ട് കൊടുക്കാൻ തുടങ്ങി. പ്രണയത്തിൻ്റെ പൂമുട്ടുകൾ വിരിയുന്ന അനുഭൂതിയിൽ അവർ അവരെ തന്നെ പരസ്പരം മറന്നു സ്നേഹിക്കാൻ തുടങ്ങി. ശരീരത്തിൽ നിന്ന് ഓരോ തുണിയിഴകൾ അഴിഞ്ഞു മാറുന്നതും ഇരുവരിലും വല്ലാത്ത ആവേശം സൃഷ്ടിച്ചു. നഗ്നമായ തങ്ങളുടെ ശരീരങ്ങൾ ഒരു മേനി എന്ന പോലെ തോന്നി അവർക്ക്. എത്ര ചുംബിച്ചിട്ടും ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും മതിവരാതെ അവർ പരസ്പരം മത്സരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആ അതിമനോഹരമായ രാത്രി കടന്നുപോയി. കാലത്ത് ഡേവിഡ് എന്നും വയ്ക്കാറുള്ള അലാറം അടിക്കുന്നതിന് മുന്നേ ഇച്ച എന്നൊരു വിളി കേട്ടിട്ടാണ് അവൻ ഉണർന്നത്. അത് അവളായിരുന്നു, ഡേവിഡിൻ്റെ പാവപ്പെട്ട എംപ്ലോയി, അവൻ്റെ കെട്ടിയോള്. ചായ. അവൾ കിടന്നുറങ്ങുന്ന ഡേവിഡിനെ വിളിച്ചു. അവൻ പാതിയെ തൻ്റെ മുൻപിൽ കുളിച്ചൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന അവളെ നോക്കി. ആഹാ, എൻ്റെ കൊച്ചു കുളിച്ച് സുന്ദരിയായിട്ടുണ്ടല്ലോ, അവൻ ആവണിയോട് ചോദിച്ചു. എൻ്റെ പെണ്ണെ, നിനക്ക് എന്തൊരു മുഞ്ചാടി, അവൻ അവളോട് ചോദിച്ചു. ആവണിക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ അവനെ നോക്കാതെ ചായക്കപ്പ് അവന് നേരെ നീട്ടി. ഡേവിഡ് ആ ചായക്കപ്പ് വാങ്ങി ടേബിളിൽ വെച്ച് അവളുടെ കൈ പിടിച്ച് വലിച്ച് കിടക്കയിലേക്ക് ഇട്ടു. എന്നിട്ട് അവൻ്റെ കാല് വേദനിപ്പിക്കാത്ത വിധത്തിൽ അവളെ മേലെയിട്ട് അവളെ രണ്ട് കൈയും കൊണ്ടും അവനോട് ചേർത്ത് പിടിച്ചു. ചായ, എന്തീ കാണിക്കുന്നേ, എന്നൊന്ന് വിട്ടെ, അവന് ഡേവിഡിൻ്റെ കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, വിടില്ല, വാ നമുക്ക് കുറച്ചേരം കിടക്കാം എന്ന് അവളുടെ വയറിൽ അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അയ്യടാ, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആവണി എഴുന്നേക്കാൻ ശ്രമിച്ചു. ഡേവിഡ് വിടാതെ അവളെ അവനോട് ചേർത്ത് പിടിച്ചു. അടങ്ങി കിടക്കെൻ്റെ കെട്ടിയോളെ, നിന്റെ കെട്ടിയോൻ തന്നെയല്ലേ, ഡേവിഡ് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. പ്ലീസ് ഇച്ചായ, അമ്മച്ചി ഞാൻ പോയില്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരും, ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാ ഞാൻ, ഈ ചായക്കപ്പും എടുത്തിട്ട്, ആവണി പറഞ്ഞു. എന്നാ ശരി, എന്നാലേ ഇപ്പോൾ എൻ്റെ കെട്ടിയോള് എനിക്കൊരു ഉമ്മ തന്നി, എന്നിട്ട് പൊക്കും, ഡേവിഡ് പറഞ്ഞതും ആവണിക്ക് നാണം കൂടി വന്നു. ഇച്ചായ, അവൾ ഒന്നും കൂടി അവനെ വിളിച്ചു. എന്താ പെണ്ണെ, നിനക്കിപ്പോൾ തരാനൊരു മടി, ഇന്നലെ ഇങ്ങനെയൊന്നുമില്ലല്ലോ. അവൻ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യങ്ങൾ ഓർമ്മിച്ചപ്പോൾ അവൾക്കാകെ എന്തോ പോലെയായി. അവൾ പെട്ടെന്ന് അവൻ്റെ വായിൽ കൈവച്ചു. എന്നിട്ട് മിണ്ടലെ എന്ന ആംഗ്യം കാണിച്ചു. എന്നിട്ട് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഉമ്മ കൊടുത്തപ്പോൾ അവൻ്റെ കണ്ണ് മെല്ലെ അടഞ്ഞുപോയി. അവൻ്റെ കൈകൾ അഴിഞ്ഞതും അത് കണ്ട ആവണി പതിയെ അവൻ്റെ കൈ മാറ്റി ഓടി രക്ഷപ്പെട്ടു. ആ ഓട്ടം കണ്ട് ഡേവിഡ് ചിരിച്ചു കേട്ടോ. രണ്ടാളുടെ മനസ്സിൽ കഴിഞ്ഞ രാത്രി നടന്ന സംഭവങ്ങളായിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ചതും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായതും അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ആവണി ചിന്തിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനു വന്നത്. ഹലോ നാത്തോനി, എന്താ ചിന്ത? ഓ, ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? അനു ആകാംക്ഷയോടെ ആവണിയുടെ ഷോൾഡറിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട ആവണി അവളെ ഒന്ന് നോക്കിയ ശേഷം അവളുടെ കാതിൽ പിടിച്ചു. യോ ചേച്ചി, വിട് ചേച്ചി, വിട് എൻ്റെ നാത്തൂനെ. അയ്യടാ, എന്തൊക്കെയാ അവൾക്ക് അറിയേണ്ടത്? മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അവൾ കാതിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആ, അത് പിന്നെ എന്ന് പറഞ്ഞ് അവൾ ഇളിച്ചു കാണിച്ചു. ആവണി അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കാതിലെ കൈവിട്ടു. അവർ രണ്ടാളും പരസ്പരം നോക്കി ചിരിച്ചു. ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ദിവാകരൻ ആവണിക്കായി കെണിയൊരുക്കുകയായിരുന്നു. എന്താ ദിവാകരേട്ടാ, നിങ്ങൾ കുറേ നേരമായാലോ ആരൊക്കെയോ വിളിക്കുന്നേ? ആരെയാ വിളിക്കുന്നേ? ദിവാകരൻ്റെ ഭാര്യ സുമതി ചോദിച്ചു. അതോ, എൻ്റെ പുത്രിയെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ സിബിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, ഇനി അവർക്കുള്ള പണി കൊടുക്കാ എന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ അതിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇന്നലെ മുതൽ, അവൻ ദേഷ്യം കലർന്ന ഒരു പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് മനുഷ്യ? അതോ, നാളെ വെള്ളിയാഴ്ചയല്ലേ, സാധാരണ ഈ സമയത്ത് സിബിൻ്റെ കുടുംബം പള്ളിയിൽ വരും. അപ്പോൾ ആരും കാണാതെ ഞാൻ ഏർപ്പാടാക്കുന്ന ഒരു സ്ത്രീ ആവണിയെ പള്ളീൻ്റെ പുറത്തേക്ക് കൊണ്ടുവരും. അവർ തന്നെ അവളെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വരികയും ചെയ്യും. പിന്നെയുള്ള കലാപരിപാടികളെ നടക്കാൻ പോകുന്നത് ഇവിടെ വെച്ച നമ്മുടെ ഈ വീട്ടിൽ വെച്ചിട്ട്.
സിബിൻ്റെ പുതുമണവാട്ടി നിന്റെ ആങ്ങളുടെ മണവാട്ടിയായി മാറും കുറച്ചു നേരത്തേക്ക്. ദുഷ്ടത നിറഞ്ഞ ചിരിയോടെ ദിവാകരൻ പറഞ്ഞു. ഇത് കേട്ട സുമതിക്ക് ഒരുപാട് സന്തോഷമായി. അവളൊരു സ്ത്രീയായിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഭർത്താവിനെ എതിർത്തില്ല, പകരം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അവൾ ശരിക്കൊരു ദുഷ്ടയാണ്. ഒന്നിനോടൊരു സ്നേഹമോ കരുണയോ ഇല്ലാത്ത ഒരു സ്ത്രീ. അവൾക്ക് ആകെ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദ്രോഹിപ്പിക്കുന്നതും കരയിക്കുന്നതൊക്കെയാണ്. ഇവിടെ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ അഞ്ജനി ദീപക്കും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അവർക്കിടയിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അഞ്ജനിക്ക് നല്ലൊരു തണലാണ് ദീപക്. അവർക്കിടയിൽ ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. എടി, ആ പച്ചക്കറി ഒന്ന് എടുത്തേ. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ദീപക് അഞ്ജനോട് പറഞ്ഞു. അയ്യോ, എനിക്കൊന്നും വയ്യ എന്ന് കിച്ചണിലെ സ്ലാബിൻ്റെ മുകളിൽ ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജന പറഞ്ഞു. അവളെ ഒന്ന് നോക്കിയിട്ട് ദീപക് പറഞ്ഞു. വയ്യ എന്നാ? അതിനെൻ്റെ പ്രിയതമ ഇന്ന് എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാ എനിക്ക് വയ്യാത്തെ. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഓ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കവളിൽ നുള്ളിയിട്ട് പച്ചക്കറി എടുത്തു. അപ്പോഴാണ് അരി തിളയ്ക്കുന്നത് കണ്ടത്. ഷോ, ഈ അരി തിളച്ചു, ഇതെങ്കിലും ഒന്ന് നോക്കട്ടെ, അവൻ അഞ്ജുവിനോട് പറഞ്ഞു. ഈ ചെറുക്ക് എന്നെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അഞ്ജന ആ പാത്രം തുറന്ന് അരി വെന്തോ എന്ന് നോക്കി. പെട്ടെന്ന് ആ അരിയുടെ മണം കേട്ടപ്പോൾ അവൾക്കെന്തോ മനം പുരട്ടാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് ആ പാത്രം മൂടി വെച്ച് ബാത്റൂമിലേക്ക് ഓടി. ഇത് കണ്ടുകൊണ്ടിരുന്ന ദീപക്കും അവളുടെ പിന്നാലെ പോയി. പിന്നെ അവിടെ കേട്ടത് ഛർദ്ദിക്കുന്ന ശബ്ദമാണ്. ഈ പെണ്ണിന് എന്താ പറ്റിയത് അവൻ ആലോചിച്ചു. എന്നിട്ട് അവളുടെ പിന്നാലെ പോയി മുതുകക്ക് ഒഴിഞ്ഞു കൊടുത്തു. എന്താടി, എന്താ നിനക്ക് പറ്റിയേ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവന് നല്ല ടെൻഷനായിട്ടോ. അറിയില്ലടാ. നീ ഞാൻ അറിയാതെ വല്ലതും ഓർഡർ ചെയ്ത് കഴിച്ചോ? കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. എടാ, ഞാൻ ഒന്നും കഴിച്ചില്ല, നീ ഉണ്ടാക്കി തന്നതേ കഴിച്ചുള്ളൂ. ബി.പി ലോയായി എന്ന് തോന്നുന്നു, തലയൊക്കെ ചുറ്റുന്നുണ്ട്, അവൾ അവനോട് പറഞ്ഞു. അത് കേട്ടത് ദീപക്കിന് എന്തൊക്കെയോ സംശയങ്ങൾ വന്നു. എടി, എന്നാൽ നമുക്ക് പോയി ഡോക്ടറെ കണ്ടാലോ? ദീപക് ചോദിച്ചു. അവൻ ഒന്ന് ആലോചിച്ച് എന്നിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ആവണിയും ഡേവിഡും അമ്മച്ചിയും അനുവും കൂടെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുകയായിരുന്നു. ഇപ്പോൾ ആവണി ഒരു റെഡ് കളർ സാരിയാണ് ഉടുത്തത്. ഡേവിഡ് ആണെങ്കിൽ റെഡ് കളർ ഷർട്ടും ആയിരുന്നു. രണ്ടാളും കൈ പിടിച്ച് കോണിപ്പേടെ ഇറങ്ങി വന്നു. അവരുടെ രണ്ടാളുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. നടക്കാൻ പോകുന്നതിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്ത അവർ സന്തോഷിച്ചുകൊണ്ടേയിരുന്നു. അവർ കോണിപ്പടി ഇറങ്ങി വരുന്നത് കണ്ട സാറാമ്മയ്ക്കും അനുവിനും ഒരുപാട് സന്തോഷമായി. ഈശോയെ, എന്നും എൻ്റെ മക്കളുടെ സന്തോഷം ഇതുപോലെ നിലനിൽക്കണേ എന്നവർ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ ഡേവിഡിൻ്റെ കാറിൽ സാറാമ്മച്ചിയും അനുവും ആവണിയും കൂടി പള്ളിയിലേക്ക് പുറപ്പെട്ടു. പള്ളിയിൽ അവരെത്തുന്നതിന് മുമ്പേ റോസിയമ്മച്ചിയും മദറമ്മയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഡേവിഡിൻ്റെ കാർ പള്ളിമുറ്റത്ത് വന്നപ്പോൾ അവരെ സ്വീകരിക്കാനായി റോസിയമ്മയും മദറമ്മയും കാറിൻ്റെ അടുത്തേക്ക് വന്നു. കാറിൽ നിന്ന് നിറപുഞ്ചിരിയോടെ ഇറങ്ങുന്ന ആവണിയെ കണ്ടതും റോസിയമ്മയ്ക്ക് സന്തോഷമായി. മോളെ എന്ന് വിളിച്ച് ആ അമ്മ ആവണിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് നിറകേലൊരു ഉമ്മ കൊടുത്തു. എൻ്റെ കുഞ്ഞിന് സുഖമാണോ? റോസിയമ്മ അവളോട് ചോദിച്ചു. സുഖ റോസിയമ്മ, എനിക്ക് ഒരു കുഴപ്പമില്ല, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എന്താ റോസി, ഞാൻ നോക്കില്ലെന്ന് വിചാരിച്ചോ? സാറാമ്മ ചോദിച്ചു. അയ്യോ അതല്ല, മോൾ ആദ്യമായിട്ട് ഒരു വീട്ടിൽ നിൽക്കുന്നേ, അതാ ചോദിച്ചത്. അതായത് ഒരു കുടുംബത്തോടൊപ്പം നിൽക്കുന്നത്, റോസിയമ്മ പറഞ്ഞു. അപ്പോഴാണ് ഡേവിഡ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആവണിയോട് റോസിയമ്മയ്ക്കുള്ള സ്നേഹം പരിധി കടന്നതാണെന്ന്. ശരിക്കും ഒരു അമ്മ കുഞ്ഞിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് റോസിയമ്മ ആവണിയോട് പെരുമാറുന്നത്. എത്രയൊക്കെ ചെറുപ്പം മുതൽ കൊണ്ടു നടന്നതിൻ്റെ വാത്സല്യമാണ് എന്നൊക്കെ പറഞ്ഞാലും അതുമാത്രമല്ല എന്ന് ഡേവിഡിന് സംശയം തോന്നി. എന്തൊക്കെയോ ഉണ്ടല്ലോ, അവൻ മനസ്സിൽ പറഞ്ഞു. എന്താ മോനെ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല റോസി അമ്മച്ചി, ചുമ്മാ നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ ഒന്ന് നോക്കിപ്പോയതാ, ഡേവിഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടത് മദറമ്മ പറഞ്ഞു. അതെ, ഇവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടാലേ നമ്മൾ നോക്കി നിന്നു പോവും. റോസിക്ക് എല്ലാ കുട്ടികളെയും വെച്ച് ഇത്തിരി സ്പെഷ്യലാ അവളുടെ ഈ തുമ്പിമോള്. അതിനൊരു കാരണമുണ്ട് കേട്ടോ, മദറമ്മ പറഞ്ഞു.
മദറമ്മ അത് പറഞ്ഞതും റോസി അമ്മയുടെ മുഖം വല്ലാണ്ടായി. അത് ഡേവിഡ് ശ്രദ്ധിച്ചു. എന്താ കാര്യം? ഡേവിഡ് സിസ്റ്റർ അമ്മയോട് ആകാംക്ഷയോടെ ചോദിച്ചു. അതോ, ആവണി മോളെ ഇവിടെ കിട്ടിയിട്ട് പിറ്റേ ദിവസം തന്നെയാ റോസി ജോയിൻ ചെയ്തത്. അന്ന് മുതൽ റോസി കൊണ്ടു നടക്കാൻ തുടങ്ങിയതാ ആവണി മോളെ, സിസ്റ്റർ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡേവിഡിന് സംശയങ്ങൾ ഉരുണ്ടു കയറി. അതെ, എല്ലാവരും ഇവിടെ നിന്ന് സംസാരിക്കുകയാണോ? നമുക്ക് പള്ളിയിൽ കയറണ്ടേ? സാറാമ്മച്ചി പറഞ്ഞു. അത് കേട്ടതും റോസിയമ്മയും ആവണിയും സാറാമ്മച്ചിയും അനുവും എല്ലാം കൂടി പള്ളിയിലേക്ക് പോയി. ഡേവിഡിന് അപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പുറത്തേക്ക് നിന്ന് സംസാരിച്ചു. പള്ളിയിൽ കയറി എല്ലാവരും പ്രാർത്ഥിച്ചു. ആവണി മനസ്സിൽ ഈശോയോട് ഒരുപാട് നന്ദി പറഞ്ഞു, ഡേവിഡിനെ പോലെ ഒരാളെ അവളുടെ ജീവിതത്തിലേക്ക് തന്നതിന്, അവളുടെ ജീവിതം സന്തോഷം കൊണ്ട് ജീവിച്ചതിന്. അവളുടെ ഇച്ഛാന അവളെ ജീവനാണ് എന്ന് അവൾക്കറിയാലോ. ഇനിയും ഇതുപോലെ തന്നെ തുടരണേ, അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നൊക്കെ അവൾ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് ഒരു 40-45 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്നത്. അവർ ആവണിയുടെ അടുത്തു നിന്ന് കരഞ്ഞു. ആവണി അത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ അമ്മച്ചി, എന്തിനാ കരയുന്നേ എന്ന്. അത് കേട്ടതും ആ അമ്മച്ചി പറഞ്ഞു, മോളെ, അത് എൻ്റെ ദുരിതങ്ങളും സങ്കടങ്ങളും ഈശോയോട് പറഞ്ഞ് അറിയാതെ കരഞ്ഞു പോയതാ. ആ അമ്മച്ചിയുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്കും സങ്കടമായി. എന്താ അമ്മച്ചി, എന്താ പ്രശ്നം? എന്നോട് പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞോളൂ, അവൾ ആ അമ്മച്ചിയോട് സ്നേഹത്തോടെ ചോദിച്ചു. അത് മോളെ, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ കല്യാണമാ. പൊന്നൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് വഴിയില്ല. ചെക്കൻ വീട്ടുകാർ ആദ്യം പൊന്നൊന്നും വേണ്ടെന്നാ പറഞ്ഞേ, പക്ഷെ ഇപ്പോൾ വേണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. ആണോ? കല്യാണം വേണ്ടെന്ന് വെച്ചില്ലേ? പിന്നെന്തിനാ അമ്മച്ചി കരയുന്നത്? സ്വത്തിനും പണത്തിനൊക്കെ വില പറയുന്ന കുടുംബത്തേക്ക് മക്കളെ കെട്ടിച്ചയക്കാത്തതാ നല്ലത്, ആവണി അവരോട് പറഞ്ഞു. അത് ശരിയാ മോളെ, അതുകൊണ്ടാ ഞങ്ങൾ അയക്കാതിരുന്നത്. എൻ്റെ മോള് തന്നെയാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ നാട്ടുകാരുടെ കുറ്റപ്പെടുത്തുകൾ കേട്ടിട്ട് എൻ്റെ മോളാകെ വല്ലാണ്ടായി. ഇപ്പോൾ പള്ളിയിൽ കൂടി കയറാതെ പുറത്തിരുന്ന് കരയാ, ആ സ്ത്രീ സങ്കടത്തോടു കൂടി ആവണിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് എന്തോ പോലെയായി. എനിക്ക് പേടിയാ മോളെ, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നോർത്തിട്ട്. ആ സ്ത്രീ ആവണിയോട് ചോദിച്ചു, മോൾക്ക് വന്നൊന്ന് സംസാരിക്കാനാവുമോ എന്ന്. അത് കേട്ടപ്പോൾ എന്താ പറയേണ്ടതെന്ന് അവൾക്കറിഞ്ഞില്ല. അവൾ അനുവിനെയും അമ്മച്ചയെയും നോക്കി. അവർ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. അവരോട് പോയി പറഞ്ഞിട്ട് വന്നാലോ എന്ന് ചിന്തിച്ചു. എന്നാൽ വീണ്ടും ഒന്നും കൂടി ആ അമ്മച്ചി ചോദിച്ചത് കൊണ്ട് ആവണി ഒന്നും ആലോചിക്കാതെ അവരുടെ ഒപ്പം നടന്നു നീങ്ങി. കുറച്ചു നേരത്തെ കാര്യമല്ലേ എന്നൊക്കെ ഓർത്തിട്ടാട്ടോ ആവണി പോയത്. പക്ഷെ അതിൻ്റെ പിന്നിലെ ചതി അവൾക്കറിയില്ലായിരുന്നു. അവളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. ആവണി ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നൊന്നും അറിയില്ല. ആവണി ആ സ്ത്രീയോടൊപ്പം പുറത്തുപോയി കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഡേവിഡ് വന്നത്. ഡേവിഡ് വന്നപ്പോൾ അനുവിനെയും റോസിയമ്മച്ചയും മദറമ്മയും സാറമ്മച്ചിയും ഒക്കെ കണ്ടു. പക്ഷെ ആവണിയെ കണ്ടില്ല. അവൻ അവരുടെ അടുത്തേക്ക് പോയി. അമ്മച്ചി, ആവണി എവിടെ എന്ന് ചോദിച്ചു. ബാക്കി എന്താ നടക്കാമെന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. ഗായ്സ്, ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.